കൂട്ടിൽ ഗ്രാമം എന്ന് പറഞ്ഞാൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് പ്രതിഭകളെ സമ്മാനിച്ച ഒരു ഗ്രാമമാണ്. സ്കൂൾ വാർഷികമാണ് ഇനി ജനുവരി 25 നടക്കാൻ പോകുന്നത്. അതിന്റെ മുന്നോടിയായിട്ടാണ് ഈ വിളംബര ജാഥ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമസ്കാരം. നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് മങ്കട കൂട്ടിൽ AM UP സ്കൂളിലാണ്. AM UP സ്കൂൾ 100 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. അതിന്റെ 100ാം വാർഷികാഘോഷത്തിന്റെ നിറവിലാണ്. വിവിധങ്ങളായ മേഖലയിൽ ഒരുപാട് വിദ്യാർത്ഥി പ്രതിഭകളെ സമ്മാനിച്ചുകൊണ്ട് ഒരു നാടിന് മുഴുവനായിക്കൊണ്ട് അക്ഷര വെളിച്ചം നൽകിക്കൊണ്ട് കൂട്ടിൽ AM UP സ്കൂൾ 100 വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. അതിന്റെ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള വിളംബര ജാഥയ്ക്കാണ് ഇവിടം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു നാടിനു മുഴുവൻ അറിവിന്റെ ആദ്യാക്ഷരം പകർന്നു നൽകിയ മങ്കടക്കൂട്ടിൽ AM UP സ്കൂളിന്റെ 100ാം വാർഷികമാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളോടെ സംഘടിപ്പിക്കുന്നത്. 100ാം വാർഷികത്തിന് മുന്നോടിയായി ഒരു നാട് മുഴുവൻ പങ്കെടുത്ത വിളംബര ജാഥ ശ്രദ്ധേയമായി. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും നാട്ടുകാരും വിവിധ ക്ലബ്ബ് ഭാരവാഹികളും ഉൾപ്പെടെ 100 കണക്കിന് ആളുകൾ പങ്കെടുത്ത വിളംബര ജാഥയുടെ ഫ്ളാഗ് ഓഫ് കർമ്മം മങ്കട AEO മുഹമ്മദ് ഇഖ്ബാൽ നിർവഹിച്ചു. വിദ്യാർത്ഥികളുടെ വിവിധ കലാരൂപങ്ങൾ, അവതരണങ്ങൾ, വാദ്യമേളങ്ങൾ, ഘോഷയാത്ര എന്നിവയെല്ലാം വിളംബര ജാഥയ്ക്ക് മാറ്റേകി. 1925 കേരള അന്തോണിക്കോയ അധികാരി പര്യംതടത്തിൽ ഉണ്ണീൻ മൗലവിയുടെ പരിശ്രമ ഫലമായി കൂട്ടിൽ AM UP സ്കൂൾ നാടിനായി പ്രവർത്തനം ആരംഭിച്ചത്. 25-ാം തീയതിയാണ് സ്കൂളിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ 100ാം വാർഷികാഘോഷം സംഘടിപ്പിക്കുന്നത്. നമ്മളോടൊപ്പം കൂട്ടിൽ AM UP സ്കൂളിലെ പ്രധാന അധ്യാപിക KT ഫസീല ചേരുകയാണ്. ഇപ്പോൾ നമ്മുടെ വിദ്യാലയം 100 വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. അതിന്റെ വലിയ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കാനുള്ള വിളംബര ജാഥയിലാണല്ലോ നമ്മളുള്ളത്. എങ്ങനെയാണ് ആഘോഷങ്ങളുടെ ഒരുക്കങ്ങൾ, എങ്ങനെയാണ് ക്രമീകരണങ്ങളൊക്കെ, എന്തൊക്കെയാണ് കാര്യങ്ങൾ? ഈ 100ാം വർഷം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു വർഷത്തെ പരിപാടിയാണ്. 2025 ജനുവരി മുതൽ 2025 ഡിസംബർ ലാസ്റ്റാണ് ഇതിൻ്റെ സമാപന സമ്മേളനം തീരുമാനിച്ചിട്ടുള്ളത്. അതിനിടയിൽ സ്കൂൾ വാർഷികമാണ് ഇനി ജനുവരി 25 നടക്കാൻ പോകുന്നത്. അതിന്റെ മുന്നോടിയായിട്ടാണ് ഈ വിളംബര ജാഥ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. AM UP സ്കൂൾ വിജയകരമായി 100 വർഷം പിന്നിട്ടതിന്റെ സന്തോഷത്തിലാണ് AEO മുഹമ്മദ് ഇഖ്ബാൽ. മങ്കട ഉപജില്ല AEO മുഹമ്മദ് ഇഖ്ബാൽ നമ്മളോടൊപ്പം ചേരുകയാണ്. 100 വർഷങ്ങൾ ഈ ഒരു വിദ്യാലയം പിന്നിട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഒരു സന്തോഷത്തിന്റെ ഭാഗമാവുന്നത്? ഒരു ഗ്രാമത്തിന്റെ സാമൂഹ്യ സാംസ്കാരിക വളർച്ചയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള പങ്ക് വളരെ ഏറെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ മങ്കടയ്ക്ക് സമീപത്തുള്ള കൂട്ടിൽ ഗ്രാമം എന്ന് പറഞ്ഞാൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് പ്രതിഭകളെ സമ്മാനിച്ച ഒരു ഗ്രാമമാണ്. ഈ ഗ്രാമത്തിൻ്റെ ഈ വളർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് എന്ന് പറയുന്നത് ഈ വിദ്യാലയത്തിനാണ്. അത്തരത്തിലൊരു വിദ്യാലയം 100ാം വാർഷികത്തിൽ എത്തി എന്ന് പറയുമ്പോൾ ഏറെ സന്തോഷിക്കുന്ന ഒരു സമൂഹത്തിനോടൊപ്പം തന്നെയാണ് മങ്കട ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറും അല്ലെങ്കിൽ ഓഫീസും. കൂട്ടിൽ പ്രദേശത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെയും മത സാംസ്കാരിക സൗഹാർദ്ദ രംഗത്തിനും ഉണർവേകാനുള്ള മുഖ്യ പങ്ക് വഹിച്ചത് ഈ അക്ഷര പ്രകാശം തന്നെയാണ്. 100ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥി സംഗമം, ബോധവൽക്കരണ ക്ലാസുകൾ, രക്തദാന ക്യാമ്പുകൾ, അധ്യാപകരെ ആദരിക്കൽ തുടങ്ങി നിരവധി പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. സ്കൂൾ മാനേജർ ഡോക്ടർ M അബ്ദുള്ള സുല്ലമി, PTA പ്രസിഡന്റ് KT യൂസഫ്, മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് KK സുബൈർ, ഹെഡ് മിസ്ട്രസ് KT ഫസീല, സെക്രട്ടറി മുജീബ് സ്വലാഹി, ട്രഷറർ KT കാസിം, ജമാലുദ്ദീൻ, കരീം, P അബ്ബാസ്, ക്ലബ്ബ് പ്രതിനിധികൾ, യുവജനങ്ങൾ, രക്ഷിതാക്കൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, നാട്ടുകാർ തുടങ്ങിയവർ ജാഥയുടെ ഭാഗമായി. ചാനൽ 10 പെരിന്തൽമണ്ണ. കല്യാണം കഴിഞ്ഞ് കുറച്ചു കാലം ഫാമിലി പ്ലാനിങ് ഒക്കെയാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ പതിയെ എല്ലാവർക്കും കാര്യം മനസ്സിലായപ്പോൾ ആ പ്ലാനും കൈവിട്ടു. കുട്ടികളില്ലാത്തതിനേക്കാളും വിഷമമാണ് കുട്ടികളായില്ല എന്നുള്ള ചോദ്യം സഹിക്കുന്നത്. ഒരു ദിവസം ഇവിടെ ഷോപ്പിൽ വന്നൊരു കസ്റ്റമറാണ് ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനെ കുറിച്ച് പറയുന്നത്. വിശേഷത്തിന് തുടക്കമാവുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.